ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രോങ് ആവാൻ ഏറ്റവും ബേസ് ആയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് പ്രോപ്പറായ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമാണ്. ഇത്തരം സാഹചര്യത്തിൽ ഒരു പ്രൊഫഷണൽ ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് ടീമിനായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഫോക്കസ്ഡ് ഓൺ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന ഒരു ലീക്കേജും അതിന് ഏതൊരു മേഖലയിലാണ് റിപ്പയറിങ് വേണ്ടതെന്നും അത്തരത്തിലുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങളുടെ ലീക്കേജും അടച്ച് നിങ്ങൾക്ക് ബിസിനസ്സിനെ ഒരു ഗ്രോത്ത് ലെവലിലേക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉണ്ടാകുന്ന ഈ ഒരു റിപ്പയറിങ്ങോട് കൂടി നമുക്ക് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു മണി ലീക്കേജ്, ഏതൊരു മേഖലയിലാണോ മണി ലീക്കേജ് ഉണ്ടാകുന്നത് നമുക്കത് കൺട്രോൾ ചെയ്യാനും അത് പ്രിവെൻറ്റ് ചെയ്യാനും അതിന് അവോയ്ഡ് ചെയ്യാനുള്ള നെസസറി സ്റ്റെപ്സ് എടുക്കാനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. സ്ട്രോങ് ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിയിൽ ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ് കൺട്രോൾ ചെയ്യാനും എത്രത്തോളമാണ് ഒരു ഫിനാൻഷ്യൽ ലോസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതിൻ്റെ കീ ഓണേഴ്സിനോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജേഴ്സിനോ സാധിക്കുന്നതാണ്. പല പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തതായിരിക്കും ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ലീക്കേജ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിപ്പയറിങ് ഉണ്ടല്ലോ, ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഒരു റിപ്പയറിങ്, അതൊരു നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്.